BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഭാര്യയും പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥിയുമായ മിനി VSന്റെ സഹോദരി സിനി VS ആണ് എന്നോടൊപ്പം ഉള്ളത്. ഇവരുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടണമെന്നാവശ്യപ്പെട്ട് സഹോദരി തന്നെയായ മിനി പരാതി നൽകിയിരുന്നു. എന്നാൽ അനുകൂലമായ ഉത്തരവാണ് വന്നത്. ഇതിൽ എന്തൊക്കെയാണ് നടന്നത്? ഈ സംഭവത്തിൽ അവർ ആദ്യം ചെയ്തത് ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർക്ക് ഒരു പരാതി സമർപ്പിക്കുകയാണ് ഉണ്ടായത്. പരാതി ഇങ്ങനെയാണ്: എൻ്റെ ഉടമസ്ഥതയിലുള്ള പാലക്കാട് നഗരസഭയുടെ പരിധിയിൽ വാർഡ് 16 അയ്യപുരം ഈസ്റ്റ് 15/470 എന്ന കെട്ടിടത്തിൽ ശ്രീമതി സിനി VS എന്നിവർ കെട്ടിടം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനെ ഇത്ര നമ്പറായി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അപേക്ഷ മനസ്സിലാക്കുന്നു. ഫോറം 4 അപേക്ഷയ്ക്കെതിരെ ഫോറം 5 അപേക്ഷയിൽ ആക്ഷേപം നൽകുന്നതിന് മേൽ വിവരം ലഭിക്കുന്നതിന് സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഈ വോട്ടർ പട്ടികയിൽ ക്രമനമ്പർ 1409 ഉൾപ്പെടുത്തിയതായി കാണുന്നു. ഇവരെ ഉൾപ്പെടുത്തിയത് എൻ്റെ അറിവോടെ അല്ല. നിലവിൽ എൻ്റെ വീട്ടിൽ താമസമില്ല. ആയതിനാൽ വോട്ടർ പട്ടികയിൽ നിന്ന് മേൽ വോട്ടറെ നീക്കം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇതാണ് ഇവരുടെ അപേക്ഷ. അതിനുശേഷം അതോറിറ്റീസ് അത് അന്വേഷിച്ചു, എന്നെ ഹിയറിങ്ങിന് വിളിച്ചു. ഞാൻ എൻ്റെ കയ്യിലുള്ള രേഖകളെല്ലാം സമർപ്പിച്ചു. അതിനുശേഷം ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്നുള്ള തീരുമാനം ഇതായിരുന്നു. അവിടെ നിന്നുള്ള തീരുമാനം രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് നഗരസഭാ സെക്രട്ടറിയുടെ റിപ്പോർട്ട് പ്രകാരമുള്ള അന്വേഷണത്തിൻ്റെയും പാലക്കാട് രേഖകളുടെയും അടിസ്ഥാനത്തിൽ ശ്രീമതി സിനി VS എന്നവരെ പാലക്കാട് നഗരസഭയിലെ 16-ാം വാർഡിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ താങ്കളുടെ അപേക്ഷ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ള വിവരം താങ്കളെ ഇതിനാൽ അറിയിക്കുന്നു എന്നാണ് ജോയിൻറ്റ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന മറുപടി. ഈ മറുപടിയും ഇതൊക്കെ ചെയ്തുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഓഫ് മാൻഡമസ് ഫയൽ ചെയ്യാണ് ഉണ്ടായത്. ആ റിട്ട് ഓഫ് മാൻഡമസ് പ്രകാരം ഹൈക്കോടതി ഇത് പരിഗണിച്ചിട്ടേ ഇല്ല. ഹൈക്കോടതി പറഞ്ഞത് നിങ്ങൾക്ക് അപ്പീൽ പോകണമെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി മുന്നാകെ അപ്പീലിന് പോകാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പ്രകാരം അപ്പീൽ അവർ ഫയൽ ചെയ്യുകയും ഈ കഴിഞ്ഞ 17-ാം തീയതി എന്നെ ഹിയറിങ്ങിന് വിളിപ്പിച്ച് ഞാൻ കൂടുതൽ രേഖകൾ എൻ്റെ പക്കലുള്ള ഇന്നേ വരെ ഞാൻ താമസിച്ചിട്ടുള്ള എല്ലാ രേഖകളും ഞാൻ സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ അപ്പീല് തള്ളുകയുമാണ് ഉണ്ടായത്. ഇപ്പോൾ താങ്കളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. വോട്ടറായി ഈ അയ്യപുരത്ത് തന്നെ വോട്ടറായി തുടരാം. അതെ, തുടരാം.